ശുഭ നായർ വ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ആദ്യമായിട്ട് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുന്നു. അപ്പം എല്ലാവർക്കും തിരുവാതിരയെ പറ്റിയും ഇന്ന് മകയിരം രാവിലെ കഴിഞ്ഞു തിരുവാതിര. അപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ ഭർത്താവിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാം എടുക്കുന്ന ഒരു നോമ്പല്ലേ തിരുവാതിര. അപ്പം ഒട്ടുമിക്ക വീടുകളിലും ഒരുമാതിരി ഒരു കുടുംബം നന്നായിട്ട് പോകണം എന്ന് കരുതുന്ന കുടുംബിനികളെല്ലാം എടുക്കുന്ന ഒരു നോമ്പാണ് മകയിരം നോയമ്പ്, തിരുവാതിര നോയമ്പ് ഒക്കെ അല്ലേ. ഞാൻ നോയമ്പായിട്ട് എടുക്കാറില്ല കേട്ടോ. പക്ഷേ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്യും. ഒരു നേരത്തെ ചോറ് അങ്ങനെ ഒരു നേരമേ കഴിക്കുകയുള്ളൂ. പിന്നെ വലിയ നോയമ്പായിട്ട്, അതായത് ഇങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒരു നേരം മാത്രം കഴിച്ച് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഒരിക്കലും എടുക്കാറില്ല. ഒരു ദൈവവും അങ്ങനെ പറയുന്നില്ല നമ്മുടെ അടുത്തല്ലേ. നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള, അതായത് ഒരുപാട് ഒന്നും വലിച്ചു വാരി കഴിക്കാതെ എല്ലാം മിതമായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നോയമ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മീനും മുട്ട ഇറച്ചിയൊന്നും നമ്മൾ വീട്ടിൽ കയറ്റത്തില്ല. അതേ രീതിയിൽ നോയമ്പെടുക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം ഇനി വൈകിട്ട് അമ്പലത്തിൽ പോകും. പിന്നെ നാളെ ഞാൻ തിരുവൈരാണിക്കുളത്ത് പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ലാതെ വലിയ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ സ്ത്രീകൾ നന്നായിട്ടിരുന്നാൽ മാത്രമേ ആ കുടുംബം നന്നായിട്ട് പോകത്തുള്ളൂ. എല്ലാവരും അതിനോട് യോജിക്കുന്നില്ലേ? നമ്മുടെ എത്ര നമ്മുടെ ഭർത്താക്കന്മാരെ എത്ര കാശ് കൊണ്ടുവന്ന് തന്നാലും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാലും ഒന്നും കൊള്ളാത്ത രീതിയിൽ ഒരു സ്ത്രീ ഒരു കുടുംബത്തിരുന്നാൽ ആ കുടുംബത്തിന് ഒരിക്കലും ഒരു മേൽഗതി ഉണ്ടാവില്ല. അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അതായത് മക്കളൊക്കെ ഒരു കുഞ്ഞായിരുന്ന സമയത്ത്, മക്കൾക്കൊരു പ്രാപ്തിയായ സമയത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. മക്കൾ ഒരു പഠിക്കുന്ന സമയവും അവർ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ മക്കളും കൂടെ നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ കുടുംബത്തിൽ വരും. ഒരു കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിലെ വിളക്കെന്ന് പറഞ്ഞ സ്ത്രീയാണ്. അതിനോട് യോജിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുടുംബം, അതായത് നമ്മൾക്ക് മാരേജിന് മുന്നേ വരെ നമുക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു കാര്യം കേട്ടോ, എനിക്കൊന്നുമേ അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആദ്യമൊക്കെ ഒരു അങ്കലാപ്പാണ്. അയ്യോ ഇതെന്താണ് അങ്ങനെയൊക്കെ ഒരു വലിയ അങ്കലാപ്പ് എനിക്കുണ്ടായി. എല്ലാ പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിലെ വിളക്ക്. എല്ലായിടത്തും ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ തളർന്നു പോയാൽ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായാൽ, അവർക്ക് പൊട്ടികളെ പോലെ ഇരുന്നാൽ ആ കുടുംബം ഒന്നുമല്ല. തിന്നുക, ബാക്കി അറിയാമല്ലോ, ആ ഒരു രീതി പോകത്തേ ഉള്ളൂ കുടുംബം. പക്ഷേ കുടുംബം നന്നാവണം, കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകണം, കുടുംബത്തിലെ മേൽഗതി ഉണ്ടാവണം, കുടുംബത്തിലെല്ലാം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ദൈവത്തിനെ വിളി മസ്റ്റ്, പ്രാർത്ഥന മസ്റ്റ്. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ വലിയ നോമ്പുകളും കാര്യങ്ങളും അങ്ങനെ പട്ടിണി കിടന്ന് നോയമ്പെടുക്കണം അങ്ങനെയൊന്നുമുള്ളൊരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ കേട്ടോ. ഞാൻ എല്ലാം വേണ്ട പോലെ ചെയ്യും. പക്ഷേ വലിയ കഠിനമായ വ്രതങ്ങളൊന്നും എടുക്കാറില്ല. എല്ലാ നോമ്പും ഞാൻ എടുക്കും, പക്ഷേ കഠിനമായ ഒന്നും എടുക്കാറില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഭക്ഷണം പാടെ ഉപേക്ഷിച്ച് നോയമ്പെടുക്കണമെന്ന് ഒരു ഇതിലും പറയുന്നില്ല, ഒരു ദൈവവും പറയുന്നില്ല. ഉണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടിയാണ് മകയിരം നോയമ്പും തിരുവാതിര നോയമ്പും? എന്തിനു വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കാനും, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർ, അതായത് നമ്മളെപ്പോലുള്ളവരൊക്കെ പ്രാർത്ഥിക്കാനും. അവിടെയും എന്താണ്? മക്കൾക്ക് വേണ്ടി അമ്മമാർ, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ, അവിടെയും ഒരു സ്ത്രീയാണ് അല്ലേ? ഒരു സ്ത്രീ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ നന്നായാൽ മാത്രമേ ആ കുടുംബം നന്നാകത്തുള്ളൂ. എനിക്ക് 100% ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. ഇപ്പം ഭർത്താവിന് എത്ര ഉണ്ടായാലും എത്ര ഇതായാലും ഒരു ഭർത്താവ് അവിടെ എന്തൊക്കെ കിടന്ന് കാണിച്ചാലും ഒരു കുടുംബം നന്നാവില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഒരു സ്ത്രീ അതിരാവിലെ ഇച്ചിരി എഴുന്നേക്കാൻ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട രീതിയിൽ ഭർത്താവിൻ്റെ കാര്യമായാലും മക്കൾസിൻ്റെ കാര്യമായാലും ഒരു കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എനിക്ക് ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് അത്ര അറിവില്ല. നമ്മൾ ഒറ്റയ്ക്കൊക്കെ മാറി ആ ടൈം മുതൽ
ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. ഞാൻ ചിലപ്പോൾ പറയും ഒരു ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ തലയ്ക്കകത്തൂടെ നടക്കുന്നുണ്ടെന്ന്. കാര്യം നമ്മൾക്ക് A to Z കാര്യങ്ങൾ അതെവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും അതുപോലെ വേണം. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ വേണം ഒരു കുടുംബത്ത്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനും നന്നായിട്ട് മുന്നോട്ട് പോകാനും നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്തു അങ്ങനെ നമ്മൾ ജീവിച്ച് നോക്കിക്കേ, നമുക്ക് മേൽഗതി ഉണ്ടാവും. നമ്മളെ ഒരിക്കലും ദൈവം താഴേക്ക് വിടില്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചാൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് ദൈവം ഒരാപത്തും വരുത്തത്തില്ല. നമ്മൾക്ക് മേൽഗതി ഉണ്ടാവും. നിങ്ങൾ ഇന്ന് മുതൽ ഭർത്താവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോട്ടെ, അല്ലെ മക്കൾ എല്ലാ കാര്യം നോക്കട്ടെ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു കുടുംബത്തുണ്ടെങ്കിൽ അവിടെ അധപ്പതനം ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ രീതിയിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് ദൈവം ഒരു ശകലം പോലും താഴോട്ട് എന്നെ വിട്ടിട്ടില്ല ദൈവം. പ്രാർത്ഥന, ദൈവത്തിനെ ഭയം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ആ ഒരു രീതിയിൽ മക്കളുടെ പഠിത്ത കാര്യങ്ങളായാലും മക്കളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും അവരെ നേർവഴിക്ക് നയിച്ചും, നമ്മുടെ ഭർത്താവിനെ ആണെങ്കിൽ പോലും ആ മക്കളെ കാണുന്ന പോലെ നമ്മൾ കണ്ട് അവരെ നമ്മൾ ശാസിക്കാനും അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാൻ നിങ്ങൾക്കെല്ലാം പറയുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ സ്ത്രീകളാണ് ഒരു കുടുംബത്തിലെ ഐശ്വര്യം. നമ്മളാണ് ഒരു കുടുംബം A to Z കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം മകയിരം തിരുവാതിര, അത് ആ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എങ്കിൽ ഞാനിപ്പോൾ എന്നെ കാണുന്ന ആരെങ്കിലും ഇങ്ങനെയൊന്നും അല്ല, ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഭർത്താവാണല്ല, ഞാൻ വെറുതെ അവരുടെ ഒപ്പം തുഴഞ്ഞു പോകുന്നേ ഉള്ളൂ എങ്കിൽ അത് തെറ്റ്. നമ്മൾ സ്ത്രീകൾ വേണം ഒന്നാമതായിട്ട് നിൽക്കാൻ. സ്ത്രീ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഭർത്താവിനെ നിങ്ങൾ എന്താ പറയുന്നത്, അങ്ങനൊരു രീതിയല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ പറയാതെ? ബാക്കി കാര്യങ്ങളെല്ലാം സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം. അത് ഞാൻ എവിടെയും ഞാൻ പറയും. ഒരു സ്ത്രീ അവിടെ തോറ്റുപോയോ ആ കുടുംബം തോറ്റു. ഒരു സ്ത്രീ വേണം കുടുംബത്തിൽ നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ദൈവഭക്തിയോടും ദൈവഭയത്തോടും ഈ രണ്ട് കാര്യങ്ങൾ അടിവരച്ച് പറയണം. നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് യാതൊരു ദോഷവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ മേൽഗതി ഉയർച്ച ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ ഒരുപാട് നോയമ്പെടുക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ. എല്ലാം അതിൻ്റേതായ രീതിയിൽ പോയാൽ ഒരു സ്ത്രീ ആയിരിക്കണം എല്ലാ കുടുംബത്തിൽ നന്നായിരിക്കേണ്ടത്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാം. ഭയങ്കര ചൂട്. ഇന്നത്തെ വീഡിയോ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നു, നമ്മൾ വൈറ്റമിൻ C സിറമില്ലേ, നമ്മൾ ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ മുഖത്ത് നൈറ്റിൽ ഇടുന്ന നൈറ്റ് ക്രീം എന്നല്ല, സിറത്തിനെ പറ്റി അറിയാമല്ലോ. ഏത് സിറമാണ് ഏറ്റവും നല്ലത്, സിറത്തിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ മുൻപ് ഇട്ടിട്ടുള്ളതാണ്. എങ്കിലും എങ്ങനെയാണ് വൈറ്റമിൻ C സിറം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത്, ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ടൊരു ചോദിക്കുന്ന കാര്യം, ശുഭേ ഏത് സിറമാണ് നല്ലത്? ഞാൻ നമ്മുടെ ഗാർണിയറിൻ്റെയാണ് ഞാൻ എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. കാരണം ഗാർണിയർ മാത്രമേ മുഖത്ത് യൂസ് ചെയ്ത് എനിക്ക് പരിചയമുള്ളൂ, എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡ്രൈ ടു ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാവർക്കും ഇടാൻ പറ്റിയ ഒരു സിറം വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്ന് ഇത് പറഞ്ഞു തരാൻ നേരം എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ല. ഓറഞ്ചിന് ഞാൻ പറയിട്ടുണ്ട്, ഓറഞ്ച് സീസണാണ്, കുറച്ച് വില കൂടിയിട്ടുണ്ട് ഇപ്പോൾ. എങ്കിലും സീസണിൽ ഫ്രൂട്ട്സ് എല്ലാവരും വാങ്ങിച്ച് കഴിച്ചോണം. ഞാൻ അങ്ങനെ ആകട്ടോ. അപ്പം ഇഷ്ടംപോലെ കാശ് കയ്യിലുള്ളവർ ഏത് സമയത്തും ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാം എന്നുള്ളവരങ്ങനെ വാങ്ങിച്ച് കഴിച്ചു. സാധാ ആൾക്കാർ നമുക്ക് എപ്പോഴും ഭയങ്കര വില കൊടുത്ത് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് സീസണിലി ഫ്രൂട്ട്സ് വരും. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ടൈം കഴിഞ്ഞ് വരുന്നുണ്ട്. ആപ്പിളിനും കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ട്, വലിയ വില കൂടുതലില്ല. അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ ഓറഞ്ചിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, നമ്മൾ ഓറഞ്ച് ഒരു 2 ഓറഞ്ച്
കുറേശ്ശെ ഈ സിറം ഉണ്ടാക്കി വെക്കാവുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. ഒരു 2 ഓറഞ്ച് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി എടുത്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കണം. നന്നായിട്ട് ഉണക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞായിട്ട് നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോലെ കുഞ്ഞായിട്ട് പിച്ച് കീറി എടുക്കണ്ട. അതങ്ങ് തൊലി അങ്ങാട് എടുക്കുന്ന പോലെ തന്നെ കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. ഉണക്കിയിട്ട് നമ്മൾ ഈ സിറം തയ്യാറാക്കുന്ന ഇന്നാണെങ്കിൽ ഇന്നലെ അത് കുറച്ച് നൈറ്റ് ആകുമ്പോൾ കുറച്ച് പിച്ച് കീറിയിട്ട് അതിന് മുന്നേ ഫസ്റ്റ് ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ അകത്ത് ഇങ്ങനെ വെളുത്ത നാര് പോലെ നൂല് പോലെയൊക്കെ കാണില്ലേ, അതെല്ലാം നമുക്കൊന്ന് ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കളഞ്ഞ് ദൂരെ കളയണം കേട്ടോ. പിന്നെ ആ തൊലി മാത്രം, ആ മഞ്ഞ കളറുള്ള തൊലി മാത്രം ഓറഞ്ചിൻ്റെ അത് അങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണെ. ഇപ്പം നല്ലൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. കുറച്ച് നല്ല റോസ് വാട്ടർ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഓറഞ്ചിൻ്റെ നമ്മൾ ഉണങ്ങിയിരിക്കുന്ന തൊലി പിച്ച് കുഞ്ഞായിട്ട് പിച്ച് ബൗളിലേക്ക് ഇടുക. ബൗളിലേക്ക് ഇട്ടിട്ട് റോസ് വാട്ടർ അതിനകത്ത് മുങ്ങിക്കിടക്കണം. എന്നിട്ട് നല്ലൊരു അടപ്പ് കൊണ്ട് ഇതങ്ങ് അടച്ച് വയ്ക്കുക. പിറ്റേ ദിവസം നമ്മൾ സിറം ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അത് എടുത്തിട്ട് ഒരുപാട് നേരം കൈയിട്ടൊന്നും അതിനകത്ത് ഒന്നും പണിയാതിരിക്കുക. നേരെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ ഓറഞ്ചും ഈ റോസ് വാട്ടറും കൂടെ കിടന്ന ഈ മിശ്രിതം എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അരിപ്പ വെച്ച് പിഴിയുവോ നല്ല തിരിശീല തുണിക്കകത്ത് പിഴിഞ്ഞെടുക്കുവോ എങ്ങനെയായാലും പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് എടുക്കുക. നല്ല കുറച്ച് ഒരു ജ്യൂസായിട്ടൊരു ഇത് നമുക്ക് കിട്ടും. അതിലേക്ക് നമ്മളിനി എന്താ ആഡ് ചെയ്യേണ്ടതെന്നറിയാമോ? വൈറ്റമിൻ ഇ ക്യാപ്സൂള്. വൈറ്റമിൻ ഇ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. വൈറ്റമിൻ ഇ ഓയിൽ കയ്യിലില്ലാത്തവർ 2 ഇവിയോണിൻ്റെ 2 ക്യാപ്സൂൾ എടുക്കുക, പൊട്ടിക്കുക, ഇങ്ങനെ ഞെക്കി ഇതിനകത്തോട്ട് 2 ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനും അങ്ങനെയെല്ലാം നമുക്ക് എടുക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. ആ ഗ്ലിസറിൻ ഒരടപ്പ് ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിക്കുക. ഇനി കറ്റാർവാഴയുടെ ജെല്ല് കയ്യിലുള്ളവർ ജെല്ലെടുത്തു. ജെല്ലില്ല, ഒറിജിനൽ കറ്റാർവാഴ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തണ്ട് എടുത്തിട്ട് ഒരു അരത്തണ്ട് മുള്ള് 2 കട്ട് ചെയ്യുക. അതിൻ്റെ മഞ്ഞദ്രാവ് ഊറിക്കളയുക. എന്നിട്ട് അതിനകത്തെ സ്കൂപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുമായിരിക്കും. ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് അങ്ങനെ വരില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം ഒഴിക്കാൻ. ഒരു സിറത്തിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടണം. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ സമയം ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കുറച്ച് കാണും കേട്ടോ. നമ്മൾ 2 ഓറഞ്ചിൻ്റെ തൊലിയാണല്ലോ എടുത്തത്. അപ്പോൾ ഒരു കുറച്ച് കാണും. അതൊരു ബൗളിലേക്ക് നല്ലൊരു പാത്രത്തിനകത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് അടച്ച് വയ്ക്കണം. എന്നിട്ട് ഗാർണിയറിൻ്റെ സിറം മേടിക്കുന്ന കുപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഫില്ലർ സഹിതമുള്ള നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഓരോ ഇതെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് രാത്രി സമയത്ത് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട്, ഒരിക്കലും സിറം തേച്ച് മസാജ് ചെയ്യരുത്, ടാപ്പ് ചെയ്യുകയോ ചെയ്യാവുള്ളൂ. ഇങ്ങനെ മാത്രമേ സിറം തേച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലത്തുള്ളൂ. ഇങ്ങനെ കണ്ണിൻ്റെ സൈഡിൽ, ചുണ്ടിൻ്റെ സൈഡിൽ, നെറ്റിയിൽ വരാതിരിക്കാൻ ഒക്കെ നല്ലതാണ്. ഈ സിറം നാച്ചുറൽ സിറമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനും ഈ ഒരു സീസണിൽ ഡ്രൈനസ് മാറാനും എല്ലാം സൂപ്പറാകട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് വരുമ്പം ചോദിച്ചാൽ മതി കേട്ടോ. 7:30 ലൈവ് വരും. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥനയോടെ കഴിയുക. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം. എല്ലാവർക്കും യാതൊരു ആപത്തും വരാതെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Bye.